ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +2 പാഠഭാഗത്തിലെ ബേട്ടി കെ നാം എന്ന സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാം. ടൈറ്റിൽ എന്തുവാ? ബേട്ടി കെ നാം, പുത്രിയുടെ പേർക്ക്. ബഹാദുർ ഷാ ജഫർ എഴുതിയ ജവാബി പത്ര, അതായത് മറുപടി കത്ത്. അച്ഛന് ഈ കത്ത് എഴുതാനുള്ള, അദ്ദേഹം ഈ കത്ത് എഴുതാനുള്ള കാരണം എന്തേന്ന് നോക്കാം. 1857 ഫസ്റ്റ് ഫ്രീഡം സ്ട്രഗിൾ നടക്കുമ്പോൾ ദില്ലിയിലെ അവസാനത്തെ ചക്രവർത്തിയായ ബഹാദുർ ഷാ ജഫറിനെ ബ്രിട്ടീഷുകാർ ബന്ദിയാക്കി. പ്രക്ഷോഭകാരികളെ പ്രോത്സാഹിപ്പിച്ചു എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ റങ്കൂണിലേക്ക് നാടുകടത്തി. അദ്ദേഹത്തിൻ്റെ മകളായ ബീഗം ജീനത്ത് മഹലും തടവിലായി. മകൾ തടവിലിരുന്നേ അച്ഛന് കത്തയച്ചു. അതിനുള്ള മറുപടി കത്ത് ബഹാദുർ ഷാ അയക്കുന്നതാണ് നമ്മുടെ പാഠഭാഗം. നമുക്ക് വായിക്കാമല്ലോ. പ്യാരി ബിഡിയ, സ്നേഹനിധിയായ മകളെ, പ്രിയപ്പെട്ട മകളെ. തുമ്നെ അപ്പനെ കൈദി ബാപ്പുക്കോ കത്ത് ഫേജ, കൈദി തടവുകാരനായ, ഫേജ അയക്കുക. തുമ്നെ അപ്പനെ കൈദി ബാപ്പുക്കോ, നീ നിൻ്റെ തടവുകാരനായ ബാപ്പിനെ, പിതാവിനെ കത്ത് അയച്ചു. കത്ത് ക്യാ ഫേജ, ഇത് കത്തല്ല. ജാൻ ആൻസുനാമ ഥ. കത്ത് ക്യാ ഫേജ, മേരി ജാൻ ആൻസുനാമ ഥ. ഇത് കത്തല്ല, വേദന നിറഞ്ഞ വാക്കുകൾ തന്നെ ആയിരുന്നു. ബേട്ടിനെ പട്കർ സുനായ, മകൻ വായിച്ച് കേൾപ്പിച്ചു. ഏക് ദഫാ സുന, ദഫ എന്ന് വെച്ചാൽ പ്രാവശ്യം, തവണ. ഏക് ദഫാ സുന, ഒരു പ്രാവശ്യം കേട്ടു. ജി നഫര, മനസ്സ് നിറഞ്ഞില്ല. ഫിർ കഹ, വീണ്ടും പറഞ്ഞു. ബേട്ടാ ഫിർ സുനാന, മകനെ വീണ്ടും വായിച്ച് കേൾപ്പിക്കൂ. ഫിർ സുന, വീണ്ടും കേട്ടു. വഹുവി രോയ, അവനും രോയ കരഞ്ഞു. മേരി ആംഖേം ഫി ആസുവോം സേ ഫീഗ് ഗേ, മേരി ആങ്ക് കണ്ണ്, ആൻസു കണ്ണുനീർ, ഫീഗിന നനയുക. മേരി ആംഖേം ഫി, എൻ്റെ കണ്ണുകളും കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. കഹാ ബാബ ഏക് ദഫ ഫിർ പഠോ, മോനെ ഒരിക്കൽ കൂടി വായിച്ച് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. ക്യാ ലിഖ്വാവും ബേട്ടിക്ക് മുझ पर तुम्हारी കത്ത് കാ ക്യാ അസർ ഹുവ, അസർ സ്വാധീനം. എന്നിൽ നിൻ്റെ കത്ത് ചെലുത്തിയ സ്വാധീനം എത്രയെന്ന് എങ്ങനെ എഴുതി അറിയിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ സ്വാധീനം എത്രയാണെന്ന് എങ്ങനെ ഞാൻ എഴുതുമെന്ന് മകളോട് പറയാണ്. 3 ദഫാ സുनने के बाद भी दिल को करार नहीं आया, 3 പ്രാവശ്യം വായിച്ച് കേട്ടിട്ടും മനസ്സിന് സമാധാനം ലഭിച്ചില്ല. അടുത്തത് സച്ച് കഹത്തി ഹോ, നിങ്ങൾ പറയുന്നത് സച്ചാണ്, സത്യമാണ്. ആ പോർഷൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ആൻസർ ഇമ്പോർട്ടൻ്റ്. ദില്ലി വാലെ മുझको रोते होंगे, वे क्या यह नहीं जानते कि मुझे भी मैं भी उनको रोता हूँ. സച്ച് കഹത്തി ഹോ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. എന്നൊക്കെ എന്താണ്? ദില്ലി വാലെ മുझको रोते होंगे, ദില്ലിയിലുള്ളവർ എനിക്ക് വേണ്ടി വിലപിക്കുന്നുണ്ടായിരുന്നു. വേ ക്യാ യഹ് നഹീം ജാൻതെ കി मैं भी उनको रोता हूँ, അവർ അറിഞ്ഞിരുന്നില്ല ഞാനും അവർക്ക് വേണ്ടി രോന കരയുന്നു എന്ന്, വിലപിക്കുന്നു എന്ന്. ദില്ലിയിലിരുന്ന് ആൾക്കാർ രാജാവിന് വേണ്ടി വിലപിച്ചു. അദ്ദേഹം കൈതിലിരുന്ന് ആ ജനങ്ങൾക്ക് വേണ്ടി വിലപിക്കുകയും ചെയ്തു. മെയിൻ തോ സിന്ധ് ബൈട്ടാഹും, സിന്ധ് ജീവൻ. മെയിൻ തോ സിന്ധ ബൈട്ടാഹും, ഞാനാകട്ടെ ജീവിച്ചിരിക്കുന്നു. വേ തോ ബിന ആയി മൗത്ത് മർ ഗേ, മൗത്ത് മരണം. അവർ മരിക്കാതെ മരിച്ചു, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച അവസ്ഥയിലായിരുന്നു ജനങ്ങൾ. അടുത്ത ലൈൻ നോക്കി. കിത്തനോം കെ ബാപ്പ്, ഇവിടെ നോക്കി വയ്ക്കണം കേട്ടോ, ആ പോർഷൻ കൊള്ളാം. കിത്തനോം കെ ബാപ്പ്, കിത്തനോം കെ ബേട്ടെ, എത്രയോ പിതാക്കന്മാർ, എത്രയോ ബേട്ടകൾ, മക്കൾ. അടുത്ത നോക്കിയേ. കിത്തനോം ഭായി ഫാംസിയോം പർ ചഡ് ഗേ, എത്രയോ സഹോദരങ്ങൾ തൂക്കിലേറുകയും, ഫാംസി ചട്ന തൂക്കിലേറുക, എത്രയോ സഹോദരങ്ങൾ തൂക്കിലേറുകയും ചെയ്തു. കിത്തനെ ബെച്ചെ യതീം ഹോഗേ, എത്രയോ ബെച്ച കുട്ടികൾ അനാഥരായി തീർന്നു. കിത്തനി
ഔരത്തേം വേവ ഹോഗേ, എത്രയോ സ്ത്രീകൾ വിധവകളായി, വേവയായെന്ന് വെച്ചാൽ വിധവകളായി മാറി. ഗർ ലൂട്ട് ഗേ നഹീം ബൽക്കി ഖോത്ത് ഡാലെ ഗേ और उन पर हल चलवा दिए गए. ലൂട്ടിന കൊള്ളയടിക്കുക. ഗർ ലൂട്ട് ഗേ നെയ് വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും അതുമാത്രമല്ല ഉഴുത് മറിക്കുകയും ചെയ്തു. ഹൽ ചെന്ന ഉഴുത് മറിക്കുക. ആ വീടുകൾ കൊള്ളയടിച്ചു. അതിനുശേഷം വീടുകൾ എന്ത് ചെയ്തു? ഉഴുത് മറിക്കപ്പെടുകയും ചെയ്തിരുന്നു. दिल्ली में जब मेरा मुकदमा चल रहा था, मुकदमा केस, दिल्ली में जब मेरा मुकदमा चल रहा था, ദില്ലിയിൽ എൻ്റെ കേസ് നടന്നു. ഉസി സമാനെ മേ തബാഹി और ബർബാദി കെ കിസേ സുനേ ഥേ, ആ കാലഘട്ടത്തിൽ, അതായത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തെ തബാഹി വിനാശത്തിൻ്റെയും ബർബാദി തകർച്ചയുടെയും കിസ്സ എന്ന് വെച്ചാൽ കഥകൾ, ആ സമയത്ത് ഞാൻ കേട്ടിരുന്നു. എന്തൊക്കെയാ? വിനാശത്തിൻ്റെയും തകർച്ചയുടെയും കഥകൾ. മേരെ യഹാം ആ ജാനെ കെ ബാദ് പതാ നഹീം और क्या क्या परेशानियाँ शहर वालों पर पड़ी होगी. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാൻ വന്നതിന് ശേഷം പട്ടണവാസികളുടെ മേൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, പരേശാനികൾ വന്നു പെട്ടു എന്ന് എനിക്ക് അറിയില്ല. അബ് ഹസേ യാ റോയെ കോയി ഫായദ നഹീം, ഇപ്പോൾ ഹസ്ന ചിരിക്കുക, രോയ കരയുക, ഫായദ പ്രയോജനം, ഇപ്പോൾ ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ ഒരു പ്രയോജനവും ഇല്ല. ഹം സബ് കാലേപ്പാനി മേ ഹേ, കാലേപ്പാനി തടങ്കൽ പാളയം, ഹം സബ് കാലേപ്പാനി മേം ഹയം, ഞങ്ങൾ എല്ലാവരും തടങ്കൽ പാളയത്തിൽ ആണ്. അതുകൊണ്ട് ചിരിച്ചിട്ടോ കരഞ്ഞിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല. ഓക്കെ, അപ്പനെ ബദൻ ദില്ലി സേ സൈക്കടോം കോസ് ദൂരെ ഗർ സേ ജുദാ, അപ്പനെ ബദൻ സ്വദേശമായ ദില്ലിയിൽ നിന്ന്, സൈക്കടോം നൂറുകണക്കിന്, കോസ് കാദം ദൂരെ ഗറവിയുടെ ജുദാ വേർപെട്ട്, സ്വദേശമായ ദില്ലിയിൽ നിന്നും നൂറുകണക്കിന് കാദം ദൂരെ വീട്ടിൽ നിന്ന് വേർപെട്ട്. और ऐसा जुदा की अब जीते जी किसी से मिलने की आशा नहीं है. വീട്ടിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? വേർപെട്ട്. ഇത് ഇങ്ങനെയുള്ള ഒരു വേർപിരിയലാണ് ജീവിച്ചിരിക്കെ തന്നെ. ഇനിയും ആരെയും കണ്ടുമുട്ടും എന്നൊരു പ്രതീക്ഷയും ഇല്ല. ഓക്കെ, അരെ കിസിസെ മിൽനയ്ക്ക് ആസാനഹി, ഇനിയും ആരെയും കണ്ടുമുട്ടും എന്നൊരു പ്രതീക്ഷയും എനിക്ക് ഇല്ല. അടുത്ത നോക്കിയേ, मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और जौक ने तुम्हारी बारात की अगवानी के सेहरे लिखे थे. मुझे याद आया, എനിക്ക് യാദ് വരുന്നു, ഓർമ്മ വരുന്നു. ജബ് തുമാരി ഷാദി ഹുയി, എപ്പോഴാണോ നിൻ്റെ വിവാഹം നടന്നത്, ആ സമയത്ത് ഗാലിബ് ഓറെ ജൗക്കിനെ, ഗാലിബും ജൗക്ക് എന്ന റൈറ്റേഴ്സ്, അവർ എഴുത്തുകാർ, അവർ രണ്ടുപേരും കൂടി തുമാരി ബാരാത്തെ, നിൻ്റെ വരപക്ഷത്തെ എന്ത് ചെയ്യാൻ, അഗ്വാനി സ്വീകരിക്കുക. ബാരാത്ത് എന്ന് വെച്ചാൽ വരപക്ഷം, അഗ്വാനി സ്വീകരിക്കുക. സേഹറെ എന്ന് വെച്ചാൽ പാട്ട്, ഒന്നിച്ച് പറയണം. എന്നൊക്കെ നിൻ്റെ വരപക്ഷക്കാരെ സ്വീകരിക്കാനുള്ള പാട്ട് എഴുതിയത് അവർ രണ്ടുപേരും കൂടി ആയിരുന്നു. അത് ഞാനിപ്പോഴും ഓർക്കുകയും ചെയ്യുന്നു. അത്രയും നമ്മൾ പഠിച്ചു. ബാക്കി പോർഷൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇത്രയും ഭാഗം നല്ല രീതിയിൽ പഠിച്ച് വെച്ചിരിക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ തന്നെ പഠിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം.